ഹായ്, ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ? നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? പ്ലം കേക്കിൻ്റെ ഇനീഷ്യലായിട്ടുള്ള സ്റ്റേജാണല്ലോ ഫ്രൂട്ട്സ് മിക്സിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിൽ ഒത്തുകൂടി. ഞങ്ങളുടെ തന്നെ ഫാമിലി ഫ്രണ്ടായ ബിനിയുടെയും ജോണിൻ്റെയും വീട്ടിൽ. അവിടെ ഞങ്ങൾ എല്ലാ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ചെയ്തു കേട്ടോ, റമ്മുമായിട്ട്. ഉണ്ടാക്കാൻ പോകുന്നത് കേക്ക് ആയതുകൊണ്ട് തന്നെ മെഷർമെൻറ്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഷാൻജിയോയുടെ റെസിപ്പിയാണ് കേട്ടോ ഞങ്ങൾ ഫോളോ ചെയ്തത്. ഇവിടെ കിട്ടാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഞങ്ങൾ യൂസ് ചെയ്തു കേട്ടോ. ക്രാൻബെറി ഒഴിച്ച്, ക്രാൻബെറിക്ക് ഒരു പുളി ആയതുകൊണ്ട് അത് എടുത്തില്ല. അതിനുശേഷം റമ്മൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മുറുക്കി അടച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കുലുക്കി യോജിപ്പിക്കുക. ഒരു മാസത്തേക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഒരു മാസത്തിന് ശേഷം വീണ്ടും നമ്മൾ ഒത്തുകൂടി. എന്തിനാ? കേക്ക് ഉണ്ടാക്കാനായിട്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളോണം ഷുഗർ ക്യാരമലൈസ് ചെയ്യണമല്ലോ. അപ്പം നമ്മളൊരു പാത്രത്തിനകത്ത് നമ്മൾ ഷുഗറൊക്കെ എടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് അത് ക്യാരമലൈസ് ചെയ്യാൻ നോക്കി. പക്ഷേ ക്യാരമലൈസ് ചെയ്തില്ല. ഞങ്ങൾ ക്രിസ്റ്റൽ ഷുഗറായിരുന്നു എടുത്തത്. ആ ഒരു ഷുഗർ ഒരിക്കലും എടുക്കാൻ പാടില്ല, അത് ക്യാരമലൈസ്ഡ് ആവില്ല. അപ്പോൾ ഫൈൻ ഷുഗർ എടുത്തിട്ട് വീണ്ടും അത് ക്യാരമലൈസ് ചെയ്തു. ഷുഗർ ക്യാരമലൈസ് ആവുന്ന ടൈമിൽ നമ്മളുടെ ഫ്രൂട്ട് മിക്സ് എടുത്തു കേട്ടോ. അതിനകത്തേക്ക് നട്ട്സും അതേപോലെ തന്നെ മൈദയും കൂടെ ഒന്ന് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തു, ഒട്ടി പിടിക്കാതിരിക്കാൻ. പിന്നെ മൈദയൊക്കെ ലംസ് ഒന്നും ഇല്ലാതെ മാറ്റി ഇങ്ങനെ വെച്ചു. പിന്നെ വേറൊരു പാത്രത്തിനകത്തേക്ക് റൂം ടെമ്പറേച്ചറിലോട്ട് വന്ന ബട്ടറും മുട്ടയും ഒരു നുള്ളുപ്പും പഞ്ചസാര ലൈനിയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ശേഷം വാനില എസൻസും പട്ടയും ജാതിക്കാപ്പത്രയും കൂടെ പൊടിച്ചതും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടിയില്ലേ, മൈദ, അതിങ്ങനെ കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. കൂടുതൽ ടൈം മിക്സ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഏറ്റവും ആദ്യം നമ്മൾ മാറ്റി വെച്ച ആ ഒരു ഫ്രൂട്ട് മിക്സ് ഇല്ലേ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു പാൻ എടുത്തിട്ട് ഇത് ഉള്ളിൽ വെച്ച് നന്നായിട്ട് ടാപ്പൊക്കെ ചെയ്ത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുക. നമ്മളൊരു 3 ബാച്ച് ഉണ്ടാക്കി കേട്ടോ. പറയാനില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. കുറച്ച് മധുരം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി നല്ല അടിപൊളിയായിരുന്നു. ഷാൻജിയോയുടെ റെസിപ്പിയാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. അതുകൊണ്ട് മെഷർമെൻറ്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ച് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏതൊരു സാധാരണ മനുഷ്യനും പ്ലം കേക്ക് ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ. ബൈ.